ഹലോ എവരി വൺ, വെൽക്കം ടു ട്രിപ്പിൾ ഇ ടെക്നിക്കൽ ക്ലാസ്. ഇന്ന് നമ്മുടെ ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സിൻ്റെ 5ാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് PMMC ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. PMMC അതിൻ്റെ ഫുൾ ഫോം എന്തുവാ? പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ഇതിൻ്റെ പേര് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ എന്ന് വരാൻ കാരണം എന്തുവാ? അതിൻ്റെ റീസൺ, ഇതിലൊരു പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോയിലുണ്ട്. ആ കോയിൽ ഈ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഫീൽഡിൻ്റെ ഇടയ്ക്ക് മൂവ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫിഗർ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാണിച്ചിരിക്കുന്നതാണ് ഈ നോർത്ത് പോൾ സൗത്ത് പോൾ കാണിച്ചിരിക്കുന്നത്. ഇതൊരു യു ഷേപ്ഡ് പെർമനൻറ്റ് മാഗ്നറ്റ്. ഓക്കെ, യു ഷേപ്പിലിരിക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ യു ഷേപ്ഡ് പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോയിലുണ്ട്, പിന്നെ ഒരു ഫോർമറുണ്ട്. അലുമിനിയം ഫോർമറാണ്. ഓക്കെ, ഒരു അലുമിനിയം ഫോർമറാണ്. അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ കോയിലിനെ വൈൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാലൻസിങ് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണിച്ചിരിക്കുന്നത് ഇത് പോയിൻ്ററാണ്. അതുപോലെ തന്നെ ഒരു കാലിബ്രേറ്റഡ് സ്കെയിലുണ്ട്. പിന്നെ ഒരു മിറർ എന്തിനാണ് വെക്കുന്നത്? നമ്മൾ പാരലക്സ് എററിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിററിനെ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ പിവിയോട്ട് ആൻഡ് ജുവൽ ബിയറിംഗ് ഉണ്ട്. പിന്നെ സ്പ്രിംഗ് ഉണ്ട്. സ്പ്രിംഗ് മുകളിലും ഉണ്ട്, അതുപോലെ തന്നെ താഴെ ഒന്നുകൂടെ കാണും. ഇവിടെ 2 സ്പ്രിംഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ താഴെ ഒരു സ്പ്രിംഗ് കാണും. ഓക്കെ, ഇതിൽ 2 സ്പ്രിംഗ് കാണും. സ്പ്രിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്തുവാ? ഒരു കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രിംഗ് യൂസ് ചെയ്തേക്കുന്നത്. ഈ സ്പ്രിങ് ഫോസ്ഫർ ബ്രോൺസ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു സ്പിൻഡിലാണ് നമ്മൾ പോയിൻ്ററിനെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, സ്പിൻഡിൽ മൂവ് ചെയ്യുമ്പം പോയിൻ്ററും അതിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു ഈ ഫോർമറിൻ്റെ പുറത്താണ് നമ്മൾ കോയിലിനെ വൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് ഈ കോയിലിൻ്റെ 2 എൻഡ് വന്നിട്ട് ഈ സ്പ്രിങ്ങിലാണ് അറ്റാച്ച്. ഈ 2 സ്പ്രിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ സ്പ്രിങ്ങിലായിരിക്കും നമ്മൾ ഈ കോയിലിൻ്റെ 2 അറ്റം കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ കോയിലും അതുപോലെ തന്നെ സ്പ്രിങ്ങിലും 2ലും കൂടെ ആയിരിക്കും ഒരുമിച്ച് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഈ സ്പ്രിങ് വഴിയായിരിക്കും ഈ കോയിലിലോട്ട് കയറിയിട്ട് അടുത്ത സ്പ്രിങ് വഴി ഇറങ്ങിപ്പോകുന്നത്. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ബേസിക് അറേഞ്ച്മെൻറ്റ് നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വെനെവർ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ is placed in a uniform magnetic field, it experience a force. ഓക്കെ, അതിലൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അത് തന്നെ മോട്ടറിങ് പ്രിൻസിപ്പിൾ. എക്സാമിനൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്, മോട്ടറിങ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് വർക്കാവുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു പ്രിൻസിപ്പിൾ കൂടിയുണ്ട്. നമ്മൾ പണ്ടൊക്കെ പഠിച്ച ഡി-അർസോൺവൽ ഗാൽവനോമീറ്റർ. അതിൻ്റെ വർക്കിങ്ങും ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിങ്ങും രണ്ടും ഓൾമോസ്റ്റ് സെയിം. അപ്പോൾ അതും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വർക്കിംഗ് ഒന്ന് പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, സപ്പോസ് നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുകയെന്ന് വെച്ചു. മെഷർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കോയിൽ അതുപോലെ തന്നെ സ്പ്രിങ് വഴി ഒരു കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ ഈ ഒരു കോറും ഈ കോയിലും ഇരിക്കുന്ന ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലല്ലയോ. അപ്പോൾ ഇതിലെന്ത് സംഭവിക്കും? കറണ്ട് ക്യാരി ചെയ്യുന്നത് കൊണ്ട് ഇതിലൊരു മൂവ്മെൻറ്റ് സംഭവിക്കും. ഓക്കെ, ഇത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അത് നമ്മൾ ഏത് പ്രിൻസിപ്പിൾ വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്? അതാണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് പറയുന്നത്. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ആ കോയിലിൻ്റെ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോയിൽ ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ, ഈ ഒരു കോയിൽ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ കൂടെയാണ് നമ്മുടെ ഈ പോയിൻ്ററും അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ പോയിൻ്ററും കാലിബ്രേറ്റഡ് സ്കെയിലിൻ്റെ പുറത്തും മൂവ് ചെയ്യും. ഓക്കെ, മൂവ് ചെയ്ത ഒരു പൊസിഷനിലോട്ട് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കൺട്രോളിങ് ടോർക്ക് ഡെവലപ്പ് ചെയ്യും. കൺട്രോളിങ് ടോർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? നമുക്ക് ഈ സ്പ്രിങ് വെച്ചിട്ടായിരിക്കും നമുക്ക് കൺട്രോളിങ് ടോർക്ക് കിട്ടുന്നത്. ഓക്കെ, എന്നിട്ട് അതൊരു ഫൈനൽ പൊസിഷനിൽ എങ്ങനെയായിരിക്കും വന്ന് നിൽക്കുന്നത്? ഒരു സ്റ്റഡി ആയിട്ട്, എന്നുവെച്ചാൽ ഓസിലേഷൻസ് ഒന്നും ഇല്ലാതെ. ഇതൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത്, അതായത് സ്പ്രിങ്ങിൻ്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ ഈ കൺട്രോളിങ് ടോർക്ക്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, അതുപോലെ തന്നെ ഡാമ്പിംഗ് ടോർക്ക്, ഇതൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ പ്രീവിയസ് ക്ലാസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഫൈനൽ പൊസിഷനിൽ എത്തുമ്പോൾ അതിൻ്റെ ഓസിലേഷൻസ് എങ്ങനെയായിരിക്കും മാറുന്നത്? ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ആണ്. ഓക്കെ, എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഓസിലേഷൻസിനെ മാറ്റിയിട്ട് ഫൈനൽ ഒരു സ്റ്റഡി പൊസിഷനിലോട്ട് കൊണ്ടുവന്ന് നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ എഡ്ഡി കറണ്ട് എങ്ങനെയായിരിക്കും ഇൻഡ്യൂസ് ആകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആ എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഇടയ്ക്കായിരിക്കും ഈ അലുമിനിയം ഫോർമറും അതുപോലെ തന്നെ ഈ കോയിലും
വെച്ചേക്കുന്നത്. ഈ ഒരു അലുമിനിയം ഫോർമാറ്റിലാണ് നമ്മൾ കറണ്ട് ഇൻഡ്യൂസ് ചെയ്ത് എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ നോർമലായിട്ടുള്ള വർക്കിംഗ്. ബേസിക് വർക്കിംഗ് ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചാൽ അതിൻ്റെ 4 ഫിംഗർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് എഴുതിയേക്കാം. അതുപോലെ തന്നെ മിഡിൽ ഫിംഗർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് കറൻ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ടുള്ള വർക്കിംഗ് ഇതിൻ്റെ അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ PMMC ഇൻസ്ട്രുമെൻ്റ് നമ്മൾ മെയിനായിട്ട് DC മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, AC മെഷർ ചെയ്യാൻ ഇതിൽ പറ്റത്തില്ല. നമ്മൾ മെയിനായിട്ട് DC മാത്രം ഇതിൽ മെഷർ ചെയ്യത്തുള്ളൂ. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം. അത് സ്ഥിരം എക്സാമിനെടുത്ത് ചോദിക്കുന്നതാണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ഫിഗർ ഒന്ന് നോക്കാം. ഈ ഫിഗർ നോക്കുമ്പം കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഈ കാണിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് അതിൻ്റെ പെർമനൻറ്റ് മാഗ്നറ്റ്. ഓക്കെ, ഈ ഒരു U ഷേപ്ഡ് പെർമനൻറ്റ് മാഗ്നറ്റ്, U ഷേപ്പിലായിരിക്കുന്നത്. ഇത് നമ്മുടെ സ്പിൻഡിൽ ഒരു പോയിൻ്റർ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുക. ഇതൊരു കാലിബ്രേറ്റഡ് സ്കെയിലിൻ്റെ പുറത്ത് കടന്ന് ഡിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഒരു മൂവിങ് കോയിൽ. പിന്നെ ഇത് 2 സ്പ്രിങ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇതും ഒരു സ്പ്രിങ്. അതുപോലെ തന്നെ ഈ ടോപ്പ് പോർഷനിൽ ഇത് കാണാമല്ലോ, ഇതും ഒരു സ്പ്രിങ് ആണ്. ഓക്കെ, ഇത് രണ്ട് സ്പ്രിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു 3D ഫിഗറാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അതിലെന്ത് സംഭവിക്കും? ഒരു ടോർക്ക് ഉണ്ടാകുമല്ലോ, ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുമല്ലോ. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് നമുക്ക് നോക്കാം. നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ പഠിച്ചപ്പോൾ ലോറൻസ് ഫോഴ്സിൻ്റെ ഒക്കെ ഇക്വേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഡെറൈവ് ചെയ്തെടുക്കുന്ന ഒരു ഇക്വേഷനാണ്. ഞാൻ ഇക്വേഷൻ നേരിട്ട് പറയാം. TD = NBAI. ഇവിടെ TD എന്തുവാ? TD നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ്. ഓക്കെ, ന്യൂട്ടൺ മീറ്ററിലാണ് അതിൻ്റെ യൂണിറ്റ്. അതുപോലെ തന്നെ N എന്തുവാ? നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ. അതുപോലെ തന്നെ B എന്തുവാ? B ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ എയർ ഗ്യാപ്പ്. ഇതിൻ്റെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ. അതുപോലെ തന്നെ A എന്തുവാ? A കോയിൽ ഏരിയ, അതിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ I കറൻ്റാണ്. ഓക്കെ, I എന്തുവാ? I കറൻറ്റ് ഇൻ ആംബിയർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് TD ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, N നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ, B ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ എയർ ഗ്യാപ്പ്, A എന്ന് പറയുമ്പോൾ കോയിൽ ഏരിയ, I കറൻറ്റ് ഇൻ ആംബിയർ. അപ്പോൾ നമുക്കിതിനെ വേറൊരു രീതിയിൽ എഴുതാം. TD = G × I. G എന്ന് വെച്ചാൽ G = NBA. NBA എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ T = G × I. അപ്പോൾ നമുക്കിതിൽ എന്ത് പറയാം? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറൻറ്റ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഇത് എക്സാമിനൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. PMMC ഇൻസ്ട്രുമെൻറ്റിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കറൻറ്റിൻ്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതുപോലെ തന്നെ കൺട്രോളിംഗ് ടോർക്കിനെ നമ്മൾ TC വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്? സ്പ്രിങ് വെച്ചിട്ടാണ്. അപ്പോൾ അത് ഏതിൻ്റെ പ്രൊപ്പോർഷണലായിരിക്കും? ഡിഫ്ലക്ഷൻ്റെ പ്രൊപ്പോർഷണലായിരിക്കും. ഇത് ഞാൻ കൺട്രോളിംഗ് ടോർക്കിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? TC = K × θ. ഓക്കെ, θ ഇവിടെ ഡിഫ്ലക്ഷനാണ്. ഓക്കെ, ഇവിടെ K എന്തുവാന്ന് വെച്ചാൽ K എന്ന് വെച്ചാൽ സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ പെർ റേഡിയൻ ആണ്, ഓർ ന്യൂട്ടൺ മീറ്റർ പെർ ഡിഗ്രി ആകാം. അതുപോലെ തന്നെ θ എന്ന് വെച്ചാൽ ആംഗുലർ ഡിഫ്ലക്ഷൻ ആണ്. ഓക്കെ, ആംഗുലർ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ആ കോയിലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റിൻ്റെ ഡിഫ്ലക്ഷൻ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം. ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആകുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഒരു സ്റ്റഡി പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പോയിൻ്റർ ഒരു സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷനിൽ എത്തുമ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ പറയാം? GI = TC, കൺട്രോളിംഗ് ടോർക്ക് എന്ന് വെച്ചാൽ K θ. ഓക്കെ,
അപ്പോൾ ഇതിൽ കറണ്ട് ഏതിൻ്റെ പ്രൊപ്പോർഷണലാണ്? കറണ്ടും ഡിഫ്ലക്ഷൻ്റെ പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് പറയാമല്ലോ. കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ വേറെ എങ്ങനെ എഴുതാം? തീറ്റ ഈസ് ഈക്വൽ ടു G/K ഇൻറ്റു I. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയാം തീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. അപ്പോൾ ഇത് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെ പറയാം? ഡിഫ്ലക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് പാസിങ് ത്രൂ ദ കോയിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇത് വെച്ചിട്ട് ഞാനൊരു കാര്യം പറയാം. അതുപോലെ തന്നെ നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, PMMC ഇൻസ്ട്രുമെൻറ്റ് DC മാത്രം മെഷർ ചെയ്യത്തുള്ളൂ. ഓക്കെ, DC ക്വാണ്ടിറ്റി. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചായിരുന്നു, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. DC എന്ന് വെച്ചാൽ എന്താ മീനിങ്? DC മീൻസ് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് യൂണിഡയറക്ഷണൽ കറണ്ട്. ഇപ്പോൾ DC എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ യൂണിഡയറക്ഷണൽ കറണ്ട് ആയിരിക്കും. സപ്പോസ് നമ്മളൊരു DC PMMC ഇൻസ്ട്രുമെൻറ്റിൽ കൊടുത്തു എന്ന് വെച്ചോ. കൊടുക്കുമ്പോൾ നമുക്കറിയാം DC എങ്ങനെ എപ്പോഴും യൂണിഡയറക്ഷനിലായിരിക്കും. എന്ന് വെച്ചാൽ ഫ്ലോസ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ ഇത് ഫ്ലോ ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? കറണ്ട് ഒരു ഡയറക്ഷനിലോട്ട് മാത്രം ഫ്ലോ ആകത്തുള്ളെങ്കിൽ അതിൻ്റെ മീനിങ് എന്തുവാ? ടോർക്കും ഒരു ഡയറക്ഷനിലോട്ടല്ല ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ഇപ്പം കറണ്ട് ഒരു ഡയറക്ഷനിലോട്ട് ഫ്ലോ ആകുന്നെങ്കിൽ ടോർക്കും ആ ഒരു ഡയറക്ഷനിലോട്ട് തന്നെ ആയിരിക്കും ഡെവലപ്പ് ആകുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? ഇത് DC എപ്പോഴും നമുക്കൊരു ആവറേജ് വാല്യൂ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്കത് ജനറലായിട്ട് എങ്ങനെ പറയാം എന്ന് വെച്ചാൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും എപ്പോഴും ഡെവലപ്പ് ആകുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു AC എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു PMMC ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ AC കൊടുത്തെന്ന് വെച്ചോ. AC വേവ് ഫോം എങ്ങനെ ഇരിക്കുന്നത്? ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അല്ലയോ? ഇപ്പോൾ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, സപ്പോസ് നമ്മളൊരു 230 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈ എടുത്തെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈം പീരീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1/f. T ഈസ് ഈക്വൽസ് ടു 1/f. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈം പീരീഡ് എത്ര കിട്ടും? 20 മില്ലി സെക്കൻഡ് ആയിരിക്കും നമുക്ക് ടൈം പീരീഡ് കിട്ടുന്നത്. ഒരു സൈക്കിളിന് എടുക്കുന്ന ടൈം പീരീഡ് 20 മില്ലി സെക്കൻഡ്. ഇനി അടുത്ത സൈക്കിൾ തുടങ്ങുന്നത് 20 മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ ഇതിൻ്റെ ഹാഫ് നോക്കുമ്പോൾ 10 മില്ലി സെക്കൻഡ് ആയിരിക്കും ഇത് ടൈം. ഓക്കെ, സപ്പോസ് നമ്മളൊരു AC PMMC ഇൻസ്ട്രുമെൻറ്റിൽ കൊടുത്തെന്ന് വെച്ചോ. കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഈ കറണ്ട് എങ്ങനെയായിരിക്കും? ഇത് പോസിറ്റീവ് കറണ്ടാണ്. ഓക്കെ, പോസിറ്റീവ് കറണ്ട് ആകുമ്പോൾ ഇതൊരു പോസിറ്റീവ് ടോർക്കായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ടോർക്കും എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സപ്പോസ് നമ്മൾ ഇപ്പം ഇനി അടുത്ത ഹാഫ് സൈക്കിളിൽ എങ്ങനെ? കറണ്ട് ഈസ് നെഗറ്റീവ് ഡയറക്ഷനിലോട്ടല്ലയോ. അപ്പോൾ ഇതിൻ്റെ ടോർക്ക് എങ്ങനെയായിരിക്കും? ടോർക്ക് നെഗറ്റീവ് ഡയറക്ഷനിലോട്ടായിരിക്കും. ഈ ഒരു ഫുൾ AC സൈക്കിളിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ പോയിൻ്റർ കടന്ന് ഓസിലേറ്റ് ചെയ്യും. ഓസിലേറ്റ് എന്ന് വെച്ചാൽ രണ്ട് ഡയറക്ഷനിലോട്ട്, ഒരു കറണ്ടിൻ്റെ ഡയറക്ഷനിലോട്ട് ഒരു സൈഡിലോട്ട് പോകും, അടുത്ത കറണ്ടിൻ്റെ ഡയറക്ഷനിലോട്ട് റിവേഴ്സ് ഡയറക്ഷനിലോട്ട് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ ഒരു നെറ്റ് ടോർക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? നെറ്റ് ടോർക്ക് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. എന്ന് വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവും രണ്ടും കൂടെ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? 0. അപ്പോൾ നമ്മൾ ഒരു AC സപ്ലൈ ഒരു PMMC ഇൻസ്ട്രുമെൻറ്റിൽ കൊടുത്താൽ അതിൻ്റെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ പോയിൻ്റർ എപ്പോഴും 0 പൊസിഷൻ എന്ന് വെച്ചാൽ ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ ഇരിക്കും. അല്ലാതെ അതിൻ്റെ ഡിഫ്ലക്ഷൻ ആ സമയത്ത് കാണിക്കത്തില്ല. അതിൻ്റെ റീസൺ ഇതാണ്, അതിൻ്റെ നെറ്റ് ടോർക്ക് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെപ്പോഴും പറയുന്നത് PMMC ഇൻസ്ട്രുമെൻറ്റ് എപ്പോഴും നമ്മൾ DC ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം ഓർത്ത് വെക്കുക, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണെങ്കിൽ അങ്ങനത്തെ ഇൻസ്ട്രുമെൻ്റ് എപ്പോഴും DC ക്വാണ്ടിറ്റി ആയിരിക്കും മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കറണ്ടിൻ്റെ സ്ക്വയറിൻ്റെ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ I² പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അത് AC ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യും, അതുപോലെ തന്നെ DC ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യും. രണ്ട് ക്വാണ്ടിറ്റിയും മെഷർ ചെയ്യും. അതിൻ്റെ റീസൺ എന്തുവാന്ന് വെച്ചാൽ നമ്മളിപ്പം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് I² പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഇതിൽ നെഗറ്റീവ് വാല്യൂ വന്നാലും എന്ന് വെച്ചാൽ നെഗറ്റീവ് കറണ്ട് വന്നാലും അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. വെച്ചാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയാലും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയാലും നെഗറ്റീവ് സൈക്കിളിൻ്റെ നമ്മളിപ്പം കറണ്ട് എടുത്താലും ഈ ഒരു കേസിൽ നെഗറ്റീവ് എടുത്ത് നെറ്റ് നോക്കുമ്പോൾ 0 ആണ് കിട്ടുന്നത്. പക്ഷേ ഈ കേസിൽ നമ്മുടെ നെഗറ്റീവ് വരുമ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താലും നമുക്ക് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ,
അപ്പോൾ അതിൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവത്തില്ല. ആ കേസിൽ നമുക്ക് AC ക്വാണ്ടിറ്റിയും DC ക്വാണ്ടിറ്റിയും രണ്ടിനെയും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്കിതിൻ്റെ കുറച്ച് നോട്ട്സ് നോക്കാം. ഓക്കെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, അപ്പം പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. When a current carrying conductor is placed in a magnetic field, it experiences a force and tends to move in the direction as per Fleming's left hand rule. ഓക്കെ, അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് പറയുന്നത്. ദ PMMC ഇൻസ്ട്രുമെൻറ്റ് ആർ most accurate for DC measurement. As the coil is moving and magnet is permanent, the instrument is called PMMC, Permanent Magnet Moving Coil Instrument. The basic principle is called D'Arsonval Principle. എന്ന് വെച്ചാൽ D'Arsonval ഗാൽവനോമീറ്റർ ഉണ്ട്. ഓക്കെ, അതിൻ്റെ വർക്കിങ്ങും ഇതിൻ്റെ വർക്കിങ്ങും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രിൻസിപ്പൾ ഇതിൻ്റെ സെയിം ആണെന്ന് പറയുന്നത്. ഇത് എക്സാമിനൊക്കെ ചിലപ്പോൾ എടുത്ത് ചോദിക്കാറുണ്ട്, ഈ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കുക. The force experienced by the coil is directly proportional to the current passing through the coil. Okay, ഇനി നമുക്ക് കൺസ്ട്രക്ഷൻ നോക്കാം. A permanent magnet is used in this type instrument. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. Aluminum former is provided in the cylindrical in between two poles of permanent magnet. Coils are wound on aluminum former which is connected with the spindle. Two springs are attached on either end of the spindle. The terminals of the moving coil are connected to the spring. Okay, ഇതെല്ലാം ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി വർക്കിംഗ് നോക്കാം. When a DC supply is given to the moving coil, DC current flows through it. When the current carrying coil is kept in the magnetic field, it experiences a force. The force produces a torque and former rotates. Okay. The pointer is attached with the spindle. When the former rotates, the pointer moves over the calibrated scale. Controlling torque is provided by two phosphor bronze hair spring. Damping torque is provided by eddy current damping. Eddy current damping വെച്ചിട്ടാണ് നമ്മൾ ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. യൂണിഫോം സ്കെയിൽ. ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്കെയിൽ എപ്പോഴും യൂണിഫോം ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡാമ്പിംഗ് എഡ്ഡി കറൻറ്റ് ഡാമ്പിംഗ് ആണ്. ഇതിൻ്റെ പിന്നെ പവർ കൺസപ്ഷൻ കുറവാണ്, ലോ പവർ കൺസപ്ഷൻ, ഫ്രീ ഫ്രം ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് സെൻസിറ്റിവിറ്റി ഈസ് വെരി ഹൈ. ഇതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് പോയിൻറ്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഡിസഡ്വാൻറ്റേജ് നോക്കാം. സ്യൂട്ടബിൾ ഫോർ DC മെഷർമെൻറ്റ് ഓൺലി. പിന്നെ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഇഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കണക്റ്റഡ് ടു AC, ദ പോയിൻറ്റർ കനോട്ട് ദ റാപ്പിഡ് റിവേഴ്സൽ and the deflect corresponds to mean torque which is 0, and hence these instruments cannot be used for AC. Okay, അതുപോലെ തന്നെ ഇത് കോസ്റ്റ്ലി ആണ്, ഹൈ കോസ്റ്റ്. ഏജിങ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ് ആൻഡ് കൺട്രോൾ സ്പ്രിങ് ഇൻട്രൊഡ്യൂസ് എറർസ്. ഓക്കെ, മാഗ്നറ്റിൻ്റെ ഏജിങ്ങും അതുപോലെ തന്നെ കൺട്രോൾ സ്പ്രിങ്ങിൻ്റെ ഒക്കെ ഏജിങ് കാരണം ഇതിൽ എറർസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഫ്രിക്ഷനും ടെമ്പറേച്ചർ കാരണം എറർസ് വരാറുണ്ട്. ഇനി ഇതിൽ വരുന്ന എറർസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രിക്ഷണൽ എററുണ്ട്, ടെമ്പറേച്ചർ എററുണ്ട്, പിന്നെ പെർമനൻറ്റ് മാഗ്നറ്റും കൺട്രോൾ സ്പ്രിങ്ങിൻ്റെ ഏജിങ് കാരണം ഉണ്ടാകുന്ന എറർസ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. അമ്മീറ്ററിൽ യൂസ് ചെയ്യാറുണ്ട്, ഗാൽവനോമീറ്ററിൽ യൂസ് ചെയ്യാറുണ്ട്, വോൾട്ട് മീറ്റർ, ഓം മീറ്റർ, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് PMMC ഇൻസ്ട്രുമെൻ്റ് ആണ്, പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.